പേരോട് അബ്ദുറഹ്മാന്റെ പേര് ഞാൻ കൂട്ടുകാരാണ്. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ തലശ്ശേരി സ്റ്റേഡിയം പള്ളി ഖത്തീബായിരിക്കുന്ന സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ മുത്തല്ലിമാണ്. നാദാപുരത്താണോ തലശ്ശേരി മട്ടാമ്പ്രം പള്ളിയിലാണോ പോകുന്നത് എനിക്ക് ഉറപ്പ് പറയുന്നില്ല. അന്ന് നബിദിനത്തിനും മറ്റൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേഡിയം പള്ളിയിലെ ഖത്തീബ് എന്നുള്ളതിനൊക്കെ ഞാൻ പോവും. 5 ദിവസം 10 ദിവസമൊക്കെ പ്രസംഗിക്കുക. ഇടയ്ക്ക് ഒഴിവ് വന്നാൽ ഈ പേരോട് അബ്ദുറഹ്മാനെയാണ് കമ്മിറ്റിക്കാർ കൂട്ടിക്കൊണ്ടുവരിക. ഞാനും പേരോട് അബ്ദുറഹ്മാനും നബിദിന യോഗത്തിൽ പലയിടത്തും ഒന്നിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. തലശ്ശേരി താക്കോലിക്കരെ അന്ന് പേരോട് അബ്ദുറഹ്മാൻ താടിയൊന്നും മുളച്ചിട്ടില്ല. പ്രാസംഗികന അന്നും. ഇന്ന് ആ പേരോട് അബ്ദുറഹ്മാൻ പറയുന്നതല്ല ഞാനും പറയുന്നുള്ളൂ. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി നാർ. ഞാൻ മുഴുവനും കേട്ടു. ഞാൻ ഇവര് ആരും പ്രസംഗം കേൾക്കാറില്ല. ഇൻഷാ അല്ലാഹ് ആരോ ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു ഈ ബഹളത്തിന്റെ ഇടയിൽ. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരും ചൊയ്ലി അബ്ദുല്ലാ മൗലവിയും ഒരു സ്റ്റേജിൽ തൗഹീദ് പറയുന്ന കാലം വിദൂരമല്ല. അല്ല, ഇൻഷാ അല്ലാഹ് അല്ല. പക്ഷെ മുജാഹിദികൾ ഒന്ന് നാവടക്കിയാ മതി. പേരോട് മുജാഹിദായി. എന്തിന്? നിങ്ങളെ സ്വഭാവം കണ്ടിട്ട് പേരോട് മുജാഹിദാ വേണ്ടത്. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ക്ലിപ്പ് കേട്ടു. അദ്ദേഹം എൻ്റെ പേരൊക്കെ പറഞ്ഞ് അദ്ദേഹം പലതും പറയുന്നുണ്ട്. പറഞ്ഞതൊക്കെ കളവാണ്, അത് മറ്റൊരു വിഷയമാണ്. കദ്ദാബൂനാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ തലശ്ശേരി മട്ടാമ്പറം പള്ളിയിലും ഓതിയിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞതൊക്കെ കളവാണ്. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വെല്ലുവിളിച്ച് നോട്ടീസ് ഇറക്കിയിരുന്നു. ആ നോട്ടീസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ UC അബ്ദുൽ മജീദ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫസർ അബ്ദുൽ മജീദ് സാഹിബ് കൊണ്ടു കൊടുക്കുകയും ചെയ്തിരുന്നു. അയാൾ വരാമെന്നും പറഞ്ഞിരുന്നു. ഞാൻ പുല്ലൂക്കരയിൽ നിന്ന് കിതാബും കൊട്ടക്കെടുത്ത് തലശ്ശേരി മർച്ചൻ്റ് അസോസിയേഷനിൽ പോയി അദ്ദേഹത്തെ കാത്തിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് വരെയും വന്നിട്ടില്ല. അത് ഞാൻ മുതഅല്ലിമായിരുന്ന മർക്കസിലൊക്കെ പഠിക്കുന്നതിന് മുമ്പാണ്. അതൊന്നും പറയാതെ അദ്ദേഹം പറഞ്ഞത് വേറൊന്നാണ്. അപ്പോൾ കളവ് പറയുന്ന ആളുകൾ അങ്ങനെയാണല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ശരി, എൻ്റെ വിഷയം അതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുന്നു, മഹല്ല് പള്ളികളിലൊന്നും കയറി നിസ്കരിക്കാൻ പാടില്ല. അവിടെയൊക്കെ പള്ളികളൊക്കെ അമ്പലങ്ങളാണ്. ആ പള്ളികളൊക്കെ അവിടെയൊക്കെ ഖുതുബിയ്യത്ത് നടക്കുന്ന പള്ളികൾ അമ്പലങ്ങളാണ്. അതുപോലെ അവിടെയുള്ള ഇമാമിയങ്ങളൊക്കെ നജസാണ്. ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ വ്യാഖ്യാനമൊന്നും പറയണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ബഹുദൈവ വിശ്വാസികളൊക്കെ നജസാണ് എന്നല്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത്. നജസ് ഏത് നജസ്? തൊട്ടാ കഴുകേണ്ട നജസ് ഉണ്ടല്ലോ, അതല്ല എന്നാണ്. കാരണം ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ സംബന്ധിച്ച് വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ അള്ളാഹു ബഹുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യർ എന്ന നിലക്കുള്ള ബഹുമാനം അത് അമുസ്ലിങ്ങൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, ബഹുദൈവ വിശ്വാസികൾക്കുണ്ട്, ഏകദൈവ വിശ്വാസികൾക്കുണ്ട് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ മനുഷ്യ ബോഡി, ഡെഡ് ബോഡി നജസല്ല എന്ന് പറഞ്ഞത്. സാധാരണ ഒരു പൂച്ച ജീവൻ പോയാൽ നജസാണ്. അതേസമയത്ത് മുസ്ലിമോ അമുസ്ലിമോ ആയ മനുഷ്യന്റെ ഡെഡ് ബോഡി നജസ് അല്ല എന്നതിന് ഫത്ഹുൽ മുഈൻ തെളിവ് പറഞ്ഞത് മനുഷ്യർക്ക് ബഹുമാനമുണ്ട് എന്നാണ്. അപ്പം മാനവികതയെ അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പം അങ്ങനെ ബഹുദൈവ വിശ്വാസികളൊക്കെ ഒരു നജസാണ്, തൊടാൻ പറ്റൂല അത് എന്ന അദ്ദേഹത്തിൻ്റെ ആ ആശയം അയാളിപ്പോൾ അത് സമർത്ഥിക്കാനാണ് അദ്ദേഹം. വ്യാഖ്യാനമൊന്നും പറയണ്ടെന്നും കൂടി പറയുന്നുണ്ട് അയാൾ. കാരണം ഫത്വൽ മുഈനിൽ പറഞ്ഞൊന്നും വിശ്വസിക്കേണ്ടെന്ന് അദ്ദേഹത്തിന് പുതിയ മതം ഉണ്ടാക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. ഏതായിരുന്നാലും ശരി, അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അങ്ങനെ മലവും മൂത്രവും ഒക്കെ ഉള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഈ ഖുതുബിയ്യത്ത് ഓതുന്നവർ, മങ്കൂസ് മൂലി തോന്നുന്നവരൊക്കെ അതിൽ പെട്ട തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ. അങ്ങനെയുള്ള ആളുകളൊക്കെ നജസല്ലേ, ആ നജസിനെങ്ങനെ തുറന്ന് നിസ്കരിക്കുക? അതുകൊണ്ട് അത്തരം പള്ളികളിൽ കയറരുത്. ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, അദ്ദേഹത്തിന് അറിവില്ല എന്നതുകൊണ്ട് അദ്ദേഹം പഠിക്കാൻ തയ്യാറായാൽ നന്നായിരുന്നു. അദ്ദേഹം വാദപ്രവാദത്തിന് വരണ്ട, പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ആ ഭാഗം അദ്ദേഹത്തിനോട് ഗണ്ണനമല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി പറയാം. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ കഅബ ശരീഫ് നിർമ്മിച്ചല്ലോ. ആ ഉപ്പാപ്പ നിർമ്മിച്ച കഅബയുടെ ഉള്ളിൽ മുശ്രിക്കുകൾ പിൽക്കാലത്ത് അവരുടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെച്ച്
അവർ ആരാധന നടത്തി. അതുകൊണ്ട് അങ്ങനെ ഒരു ശിർക്ക്, കടുത്ത ശിർക്ക് കഅബയിൽ പഴയ കാലത്ത് വിവരമില്ലാത്ത മുശ്രിക്കുകൾ ജാഹിലിയ കാലത്ത് നടത്തിയത് കൊണ്ട് കഅബ അമ്പലമാണെന്നല്ലേ ആ മനുഷ്യൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹവും ഇസ്ലാമും തമ്മിൽ എത്രയാണ് ബന്ധം? ഇനി അദ്ദേഹത്തിന്റെ വാദം എന്താണ്? ജാറം ഉണ്ടായാൽ, ആ ജാറമുണ്ടായാലും ജാറത്തിന്റെ അടുക്കൽ പോയി ജാറത്തിലുള്ള വ്യക്തിയോട് തവസ്സുലോ ഇസ്തിഗാസയോ ചെയ്താൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറം, മദീനത്തെ പള്ളിയുടെ ഒരു ചുമർ നബി സല്ലല്ലാഹു നിങ്ങളുടെ ജാറത്തിന്റെ ചുമരും കൂടിയാണ്. അതിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടുന്ന പദ്യം ഇപ്പോഴും സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അളുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ആ പച്ചക്കുബ്ബയുള്ള ആ കെട്ടിടത്തിന്റെ ജാറത്തിന്റെ ചുമരിലെ റൗണ്ട് പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് ഇപ്പോഴും എഴുതി വെച്ചത് നിലനിൽക്കുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു, അവിടുന്ന് താമസിക്കുന്ന ഖബറിന് എന്റെ ശരീരം സമർപ്പിക്കുന്നു. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, ആ ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാഷയിൽ മദീനത്തെ പള്ളിയും അമ്പലമാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം? മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കണം. അതേ സമയത്ത് ഇടമുട്ടത്ത് വാദപ്രതിവാദം നടന്നപ്പോ മറുവശത്തുള്ള മൗലവിയോട് ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബിതങ്ങൾ ദുആ ചെയ്തതായി ഹദീസ് ഉണ്ടല്ലോ. നബിതങ്ങളുടെ ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുമല്ലോ. കാരണം ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത് വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മികളായ മഹാന്മാരുടെ ദുആക്ക് തന്നെ അള്ളാഹു ഉത്തരം കൊടുക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നതായി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് വഇൻ സഅലനി ലഉതിയന്നഹു, അവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ എന്തായാലും ഉത്തരം നൽകും. അപ്പൊ ഖുർആനിലും ഹദീസിലും എല്ലാം അള്ളാഹു പഠിപ്പിക്കുന്നത് മഹാന്മാർക്ക് എന്തായാലും ഉത്തരം കിട്ടും എന്നാണല്ലോ. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ? കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് കുബ്ബയുണ്ട്. ആ ഖബർ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. ബേക്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കിടക്കുന്നുണ്ട്. അതിന്റെ പുറമെ അവിടെയാണെങ്കിൽ ഈ ഇസ്തിഗാസയുടെ പദ്യം എഴുതി വെച്ചിട്ടും ഉണ്ട്. അപ്പോൾ നബി തങ്ങളുടെ ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ എന്ന് ഇടമുട്ടത്ത് വെച്ച് ഞാൻ ചോദിച്ചിരുന്നു. അതിന്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് വരെയും അതിന്റെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കബളിപ്പിക്കുന്ന കക്ഷികൾ അവർ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ലക്ഷ്യമൊന്നും അവർക്കില്ല. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കാഫിറാക്കൽ, മുശ്രിക്കാക്കൽ, ആ പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതും അല്ല.